ഫിസിക്സ് ആൻഡ് മാത്സ് ക്ലാസ് റൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 അടുത്ത മാസം നടക്കുന്ന എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് 5th ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ലോസ് ഓഫ് മോഷനിൽ ഫോക്കസ് പോയിൻ്റായി നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. സെക്കൻഡ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലോയെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മൂന്നാമത്തത് ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ നോക്കാം. സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ പറയുന്നതിന് മുമ്പേ നമുക്ക് മൊമെൻറ്റം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നോക്കണം. മൊമെൻറ്റം റെപ്രസെൻറ്റഡ് ബൈ പി. ഇതിനെ നമുക്ക് മൊമെൻറ്റം എന്ന് വിളിക്കാം, ഇല്ലെങ്കിൽ ലീനിയർ മൊമെൻറ്റം. കേട്ടോ, ലീനിയർ മൊമെൻറ്റം അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് വിളിക്കാം. ആദ്യത്തെ ചോദ്യം, അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് പഠിക്കണം? മൊമെൻറ്റം എന്താണെന്ന് പഠിക്കണം. എന്താ മൊമെൻറ്റം? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദി ക്വാണ്ടിറ്റി ഓഫ് മോഷൻ പൊസസ്ഡ് ബൈ എ ബോഡി, അല്ലെങ്കിൽ ദി മോഷൻ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മോഷൻ്റെ അളവ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഇപ്പം ശ്രദ്ധിച്ചോണേ, ഒരു കൊച്ചുകുട്ടിയും ഒരു വലിയൊരു മനുഷ്യനും രണ്ടുപേരും ഒരു പന്തെടുത്തെറിഞ്ഞു. ആരെറിയുമ്പോഴാണ് ആ പന്തിനെ പിടിക്കാൻ പ്രയാസമായിട്ടുള്ളത്? വലിയ മനുഷ്യൻ എറിയുന്ന പന്തിനെ തടയാൻ നമുക്ക് കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാര്യം ആ പന്തിൻ്റെ ശക്തി കൂടുതലാണ്, ആ പന്തിൽ കൂടുതൽ മോഷനുണ്ട്, അതിനെ കയറി തടയാൻ നമുക്ക് എന്താ പാടാണ്, ഇല്ലയോ? അപ്പോൾ വലിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? കുഞ്ഞു മനുഷ്യനെ കമ്പയർ ചെയ്യുമ്പം വലിയ മനുഷ്യന് എന്ത് കൂടുതലാണ്? മാസ് കൂടുതലാണ്. അപ്പോൾ മാസ് കൂടിയ ഒരാളൊരു പന്തെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു മനുഷ്യനൊരു പന്തെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് തടയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അയാളുടെ കയ്യിലുള്ള മോഷൻ്റെ അളവ് കൂടുതലാണ്. ഇനി ആ മനുഷ്യൻ തന്നെ പെയ്യൊരു പന്തെടുത്തെറിഞ്ഞു, സ്പീഡിലൊരു പന്തെടുത്തെറിയുന്നു. ഏത് പന്തിനെ തടയാനായിരിക്കും കൂടുതൽ ഫോഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? വളരെ സ്പീഡിൽ എറിയുന്ന പന്തിനെ തടയാനായിരിക്കും കൂടുതൽ ഫോഴ്സ് സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പീഡിൽ എറിയുക എന്ന് പറയുമ്പം ദാറ്റ് ഈസ് വെലോസിറ്റി. കേട്ടോ, അപ്പോൾ ഈ രണ്ട് ഫാക്ടറെ കണക്ട് ചെയ്ത് വിളിക്കുന്ന പേരാണ് മൊമെൻറ്റം. ദാറ്റ് ഈസ്, അപ്പം ഒരു മോഷൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ ഏതാ? മാസും. രണ്ടാമത്തെ ഫാക്ടർ ഏതാ? വെലോസിറ്റിയും. ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റം. അപ്പം മൊമെൻറ്റം പി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. കേട്ടോ, മൊമെൻറ്റം പി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഓർത്തിരുന്നോണം. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ആണെങ്കിൽ നിർബന്ധമായിട്ട് അതിനെന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്, ഇല്ലയോ? നിർബന്ധമായിട്ട് അതിനെന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റത്തിനും സംഭവിക്കുന്ന ഡയറക്ഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻറ്റം? റെസ്റ്റിലാണെങ്കിൽ അവിടെ എന്തില്ല? വെലോസിറ്റി ഇല്ല. വെലോസിറ്റി ഇല്ലെങ്കിൽ മൊമെൻറ്റം എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി ഈക്വൽ ടു 0. ദർ ഇസ് നോ മൊമെൻറ്റം. വാട്ട് ഇസ് ദ യൂണിറ്റ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം. അപ്പോൾ മാസ് കൂടുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം എന്ത് ചെയ്യും? കൂടും. വെലോസിറ്റി കൂടുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കൂടും. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കായ എങ്ങോട്ട് കയറാം? സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്: ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി is directly proportional to applied force and it takes place in the direction of force. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കിയാൽ ആദ്യത്തെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. വാട്ട് ഡു യു മീൻ ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? റേറ്റ് എന്ന് പറയുവാണെങ്കിൽ എന്താ? മലയാളത്തിൽ പറയുന്ന നിരക്ക്, ഒരു യൂണിറ്റ് ടൈമിൽ സംഭവിച്ച ചേഞ്ച്, ഇല്ലയോ? അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അന്നേരം ഓർത്തിരുന്നോണം, ദറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ടൈം. കേട്ടോ, എവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ചേഞ്ച് ബൈ ടൈം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ ചേഞ്ച് ബൈ ടൈം. അപ്പം റേറ്റ് ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ ടൈം, ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം ആകുമ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, ഡി പി ബൈ ഡി ടി, ഇല്ലയോ? എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഫുട്ബോൾ, ഇതൊരു ഫുട്ബോളാണെന്ന് ഓർത്തോ. മൂവിങ് വിത്ത് വെലോസിറ്റി യു. ഈ ഫുട്ബോളിൻ്റെ മാസ് എം ആണ്. ഞാനൊരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, ഫോർ എ ഷോർട്ട് ടൈം ടി. Then its velocity changes to v. What is the initial momentum? Initial momentum എന്ന് പറയുമ്പം p
Pi is equal to mass into initial velocity. What is the final momentum? Pf, mass into final velocity. What is the change in momentum? Change in momentum is dp. dp is equal to final momentum minus initial momentum. Is equal to mv minus mv. That is change in momentum in unit time. അപ്പോൾ നമുക്ക് എഴുതാം dp by dt. ഓക്കെ, അപ്പോൾ എന്താ mv by mu ഡിവൈഡ് ബൈ ടി കേട്ടോ. അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ എന്ത് സംഭവിച്ചു? ദാറ്റ് ഈസ് ഡി പി ബൈ ഡി ടി. അപ്പം ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഡി പി, ചേഞ്ച് ഓഫ് മൊമെൻറ്റം, റേറ്റ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ടൈം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇത് നടക്കുന്നത് എങ്ങോട്ടാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷനിലോട്ടാണ്. ഇല്ലയോ? ബോഡി റെസ്റ്റില്ല. അപ്പോൾ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്ന ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഡയറക്ഷനില്ല. ബോഡി പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരു ഫോഴ്സ് എടുക്കും, ബോഡിയുടെ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ആ ഡയറക്ഷനിലോട്ടാണ്, വെലോസിറ്റി കൂടുന്ന ഡയറക്ഷനിലോട്ടാണ് കേട്ടോ. അതാണ് ഈ ലോ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഡി പി ബൈ ഡി ടി പ്രപ്പോർഷണൽ മാറ്റി മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിലാക്കണം? ഇക്വേഷൻ രൂപത്തിലോട്ട് മാറ്റണം. ഇക്വേഷൻ രൂപത്തിലോട്ട് മാറ്റണമെങ്കിൽ ഒരു ഈക്വൽ സൈൻ കൊടുക്കണം. അപ്പം നാട്ടു നടപ്പ് അനുസരിച്ച് ഒരു കോൺസ്റ്റൻ്റ് കൂടെ കൊടുക്കണം, ഇൻറ്റു എഫ്. കോൺസ്റ്റൻ്റ് അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ഏതാ? കെ ഈസ് ഈക്വൽ ടു 1. വാട്ട് ഇസ് കെ? കെ എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷനിൽ പകരം കൊടുത്ത കോൺസ്റ്റൻ്റ് ആണ്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അതിന് ഞാൻ എന്തായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു, സിമ്പിളായിട്ട് പറയാൻ വേണ്ടി. ദെയർഫോർ ഇക്വേഷൻ എങ്ങനെ മാറും? ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ്. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ കേട്ടോ. അപ്പോൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, ഇതും എഴുതണം, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ്. ഇനി എക്സാമിന് ചോദിക്കുക വാട്ട് ഇസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം. ഓക്കെ, അടുത്ത ഇതിൽ ചെന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ഡിറൈവ് എഫ് ഇസ് ഈക്വൽ ടു എം എ ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ നമുക്ക് വി ഹാവ് ദ റിലേഷൻ. വാട്ട് ഇസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ മാത്തമാറ്റിക്കൽ ഫോം? F is equal to dp by dt. ഇല്ലയോ? F is equal to dp by dt. Consider a body of mass m moving with velocity u. ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ വെലോസിറ്റി എങ്ങോട്ട് ചേഞ്ച് ചെയ്ത്? വിയിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ ദാറ്റ് ഇസ് എ വെലോസിറ്റിക്ക് ഇവിടെ ചേഞ്ച് ഉണ്ട്, ഇല്ലയോ? വെലോസിറ്റിക്ക് ഇവിടെ ചേഞ്ച് ഉണ്ട്, ഇല്ലേ? അപ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദർ ഇസ് ആൻ ആക്സിലറേഷൻ, ഇല്ലയോ? ഇവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണേ. ബട്ട് വി ഹാവ് ദ റിലേഷൻ പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, ഇല്ലയോ? മാസ് ഇൻറ്റു വെലോസിറ്റി. ദെയർഫോർ എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് പിക്ക് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ മാസ് ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് വി. വാട്ട് ഇസ് ഡി വി ബൈ ഡി ടി? ദറ്റ് ഇസ് ആക്സിലറേഷൻ. ദറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ കേട്ടോ. ദിസ് ഈസ് ദ ഫോം അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷനാണ് ഏതാ? എഫ് ഇസ് ഈക്വൽ ടു എം എ കേട്ടോ. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരുന്നോണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതിൽ നിന്ന് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ കേട്ടോ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ദാറ്റ് ഈസ് ന്യൂട്ടൺ എഴുതുമ്പോൾ ന്യൂട്ടൺ. അപ്പം ഡിഫൈൻ 1 ന്യൂട്ടൺ. വി ഹാവ് ദ റിലേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇല്ലേ? അപ്പോൾ 1 ന്യൂട്ടൺ ആണെങ്കിൽ എല്ലാം യൂണിറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയുടെ? 1 കിലോഗ്രാം. എന്നിട്ട് ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തു. എത്രയോ ഒരു ഫോഴ്സ് കൊടുത്തു.
ഫോഴ്സ് കൊടുത്തപ്പോൾ ഈ ഒബ്ജക്റ്റിന് സംഭവിച്ച ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ ആ കൊടുത്ത ഫോഴ്സ് 1 ന്യൂട്ടൺ ആയിരിക്കും. കിട്ടുന്നുണ്ടോ? അപ്പോൾ 1 ന്യൂട്ടൺ ഇസ് ദാറ്റ് ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓൺ എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം മാസുള്ളൊരു ഒബ്ജക്റ്റിൽ എത്ര ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സംഭവിച്ചെങ്കിൽ ആ കൊടുത്ത ഫോഴ്സിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 ന്യൂട്ടൺ ആയിരിക്കും കേട്ടോ. 1 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിടണം, ന്യൂട്ടൺ ഇക്വലൻ്റായിട്ടുള്ള യൂണിറ്റ് ഏതാ? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആയിരിക്കും. ന്യൂട്ടൻ്റെ സി ജി എസ് യൂണിറ്റ് ഡൈൻ ആണ്. ഡൈൻ എന്ന് പറയുമ്പോൾ കിലോഗ്രാമിന് പകരം ഗ്രാം, മീറ്ററിന് പകരം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു? ഇത് നമ്മളുടെ റിലേഷൻ എങ്ങനെയാണ് ഇല്ലയോ? അപ്പോൾ ഈ നമ്മൾ റിലേഷനോട് ഒന്ന് നോക്കണം. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്താൽ മതി. സീക്വൽ ടു 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഗ്രാമാണ്? 1000 ഗ്രാം ഇൻറ്റു 1 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ ഇൻറ്റു സെക്കൻഡ് അല്ലേ? സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് മാറ്റണ്ട. സീക്വൽ ടു ഇത് ഇൻറ്റു ഇത് 1000 ഇൻറ്റു 100 ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിന് എത്ര വരും? 1 2 3 2 0 കൂടെ ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഈസ് ദിസ്? ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഡൈൻ. അപ്പോൾ ഇത് 10⁻⁴ 1 2 3 4 5 ഡൈൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ കേട്ടോ. 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഡൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണം. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡിലൂടെ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരുന്നോണം. അതുപോലെ എഫിസികളുടെ എം എ ഡിറൈവ് ചെയ്യാൻ ഓർത്തിരുന്നോണം. അതുപോലെ ന്യൂട്ടൻ്റെ 2 യൂണിറ്റുകൾ എസ് ഐ യൂണിറ്റും സി ജി എസ് യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. സെക്കൻഡ് ടോപ്പിക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താ? ഈ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്തുവാ? എൻ്റെ കയ്യിൽ ഒരു 100 രൂപയുണ്ട്. ഞാൻ 100 രൂപ കൊണ്ട് ചീട്ട് കളിക്കാൻ പോയി. ഓക്കെ, പോകുന്ന സമയത്ത് എൻ്റെ എത്ര ഉണ്ടായിരുന്നേ? 100 രൂപ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനു പോയി? കാർഡ് കളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോഴും എൻ്റെ കയ്യിൽ എത്ര രൂപ തന്നെ ഉണ്ട്? 100 രൂപ തന്നെ ഉണ്ട്. നോക്കണേ, ഞാനൊരു പ്രോസസ്സ് ചെയ്യാൻ പോയി. അപ്പോൾ എൻ്റെ 100 രൂപ. പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴും എൻ്റെ 100 രൂപ. എൻ്റെ ഇരിക്കുന്ന 100 രൂപ കൂടിയോ? ഇല്ല. ഉള്ള 100 രൂപ ഇല്ലാതെ കളഞ്ഞോ? ഇല്ല. അപ്പോൾ എന്താ? 100 രൂപ ഞാൻ ഇവിടെ കൺസർവ് ചെയ്തു. ഇതാണ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ. എന്തോ ഒരു പ്രോസസ്സിന് പോകുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും എന്തെങ്കിലും ഉണ്ട്? എൻ്റെ കയ്യിൽ അത്രയും സാധനങ്ങളുണ്ട്. ദെൻ ദാറ്റ് ഈസ് കൺസർവേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇവിടെ മൊമെൻറ്റം കൺസർവേഷനാണ് പറയേണ്ടത്. മൊമെൻറ്റം കൺസർവേഷൻ അപ്പം പറയുമ്പം 2 രീതിയിൽ പഠിക്കണം. ലോയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിലും പറയണം. ലോയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് തേർഡ് ലോയിലും പറയണം. നമ്മുടെ തേർഡ് ലോ നമുക്ക് പഠിക്കാൻ പറയുന്നില്ല എങ്കിലും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് തേർഡ് ലോയും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ കേട്ടോ. സെക്കൻഡ് ലോ വെച്ച് നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ് ലോ വെച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ. കൺസിഡർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കേട്ടോ. ഒരു പെട്ടി. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ? ഐസൊലേറ്റഡ് സിസ്റ്റം. കൺസിഡർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. വാട്ട് ഡു യു മീൻ ബൈ ഐസൊലേറ്റഡ് സിസ്റ്റം? ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വെളിയിലോട്ട് അകത്തോട്ട് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് വെളിയിൽ നിന്ന് അകത്തോട്ടൊരു ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്തുവാ? 0. ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്ന് യാതൊരു വിധമായ ഫോഴ്സുകളും അകത്ത് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എക്സ്റ്റേണൽ ഫോഴ്സുകൾ 0. ദാറ്റ് ഈസ് കാൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതിനകത്ത് n പാർട്ടിക്കിൾസ് ഉണ്ട്. 1 2 എക്സെട്ര n പാർട്ടിക്കിൾസ്. ഇതിൻ്റെ മാസ് m1, ഇതിൻ്റെ മാസ് m2, ഇതിൻ്റെ മാസ് mn. ഇത് അകത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v2, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി vn.
But consider a system of an isolated system consisting of n particles of masses m1, m2, m3, etc. mn moving with velocity v1, v2, etc. v1. Okay, what is the moment of the first particle? First particle moment എത്ര? First particle momentum ഞാൻ p1 എന്നിട്ടു p1. What is p1? p1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം p2. What is p2? p2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ മാസ് ഇൻറ്റു സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. വാട്ട് ഇസ് ദ മൊമെൻറ്റ് ഓഫ് nth പാർട്ടിക്കിൾ? pn എന്ന് പറഞ്ഞാൽ pn എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി nth പാർട്ടിക്കിൾ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി nth പാർട്ടിക്കിൾ. എങ്കിൽ വാട്ട് ഇസ് എ ടോട്ടൽ മൊമെൻറ്റം? ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ഏതാ? ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം അങ്ങനെ ഇതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഉള്ള മൊമെൻറ്റങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഇസ് ടോട്ടൽ മൊമെൻറ്റം? p is equal to p1 plus p2 plus so on etc. plus pn. What is p1? Moment of the first particle, mass into first particle velocity. What is p2? Moment of the second particle mass into second particle velocity. What is pn? Moment of the nth particle, m into n. Okay, then നമുക്കറിയാം according to Newton's second law നമുക്ക് എങ്ങനെ എഴുതാം? dp by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ മൊമെൻറ്റം. ഇവിടെ നമുക്ക് ടോട്ടൽ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ടോട്ടൽ എടുക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലയോ? അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഇതില്ലേ ന്യൂട്ടൺ സെക്കൻഡ് ലോ? അതെ. പക്ഷെ നോക്കി, നമ്മുടെ സിസ്റ്റം എങ്ങനെയാണോ? ഐസൊലേറ്റഡാണ്. സിസ്റ്റം ഐസൊലേറ്റഡ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്താ? 0 അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? dp total divided by dt is equal to 0. That is dp by dt is equal to 0 or dpt is equal to 0. Change in momentum 0. Change in momentum 0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം 4, രണ്ടാമത്തെ മൊമെൻറ്റം 4, മൂന്നാമത്തെ മൊമെൻറ്റം 4, നാലാമത്തെ മൊമെൻറ്റം 4. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. വാട്ട് ഇസ് ദ ചേഞ്ച്? 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ചേഞ്ച് ഇല്ല. ചേഞ്ച് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും മൊമെൻ്റ് എന്താ? കോൺസ്റ്റൻ്റാ ഇല്ലേ? 4 കോൺസ്റ്റൻ്റാ. സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇല്ലേ? ടോട്ടൽ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. എപ്പോഴാ? ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കേട്ടോ, ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതണം: ദി ടോട്ടൽ മൊമെൻറ്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് കേട്ടോ. അല്ലെങ്കിൽ എഴുതണം: ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ എങ്ങനെ എഫ് 0 ആയി? ഐസൊലേറ്റഡ് ആയതുകൊണ്ട് എഫ് എന്തായിപ്പോയി? 0 ആയി. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കൺസർവ്ഡ്. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. അപ്പോൾ തേർഡ് ലോയെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Okay, law of conservation of momentum based on Newton's third law. Consider two objects A, B of masses m1 and m2. A മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1 ആണ്, B മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2 ആണ് കേട്ടോ. ഇതിനൊരു കണ്ടീഷനുണ്ട്. പുറകിൽ വരുന്ന ബോഡിയുടെ വെലോസിറ്റി അല്പം കൂടുതലാണ്. u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. ഇത് മുന്നിൽ പോകുക, സ്ട്രെയിറ്റ് ലൈനിൽ പോകുക. ഇത് മുന്നിൽ പോകുന്നു, അതിൻ്റെ തൊട്ട് പുറേ എ എന്ന് പറഞ്ഞ ബോഡി പോകുന്നു. എയുടെ വെലോസിറ്റി അല്പം കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? പുറകത്തിന് സ്പീഡ് കൂടുതലാണ്, ഇതിനെ വന്നിടിക്കും അല്ലയോ? സെക്കൻഡ് ബോഡിയെ വന്നിടിക്കും. ഇതിങ്ങനെ പോകുന്നു, പുറകെ സ്പീഡ് വരുന്നത് കൂട്ടിയിടിക്കും. ഇടിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയും? ഇത് ഡ്യൂറിങ് കൊളീഷൻ. ആഫ്റ്റർ കൊളീഷൻ എയുടെ വെലോസിറ്റി ചേഞ്ചസ് ടു v1, ബിയുടെ വെലോസിറ്റി ചേഞ്ചസ് ടു v2. ഓക്കെ, ഇത് ആഫ്റ്റർ കൊളീഷൻ. ഇതോ ബിഫോർ കൊളീഷൻ കേട്ടോ, ബിഫോർ കൊളീഷൻ. അപ്പം ഇടിക്കുന്നതിന് മുമ്പേ u1 ഉം u2 ആയിരുന്നു വെലോസിറ്റി. ഇടിച്ചതിന് ശേഷം v1 ഉം v2 ആണ് എന്താ?
വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഏത് വെച്ച് എഴുതണ്ടേ? ന്യൂട്ടൺസ് തേർഡ് ലോ വെച്ച് എഴുതണം. ശ്രദ്ധിച്ചോണേ, ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ഓൺ ബി, അതിനെ ഞാൻ F1 എന്ന് വിളിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? എ ആൽ ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ്. ഇങ്ങനെ എ ഇതിനെ പോയി ഇടിച്ചു, ഇവിടെ ബി നിൽക്കുന്നു, ഇത് എ ബിയെ പോയി ഇടിച്ചു. അപ്പോൾ ആരാ ഇടിച്ചത്? എ ഇടിച്ചത്. ആർക്കാ ഇടിയുണ്ടത്? ബിക്ക് ഇടിയുണ്ടത്. അതാ പറഞ്ഞത് ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ഇടിച്ചു. ആരെ? ഓൺ ബി, ബിയെ ഇടിച്ചു. ആ ഫോഴ്സിനെ ഞാൻ F1 ആക്കിട്ടു. ഇപ്പം എ ബിയിൽ പോയി ഇടിച്ചു. അപ്പം ചോദിച്ചാൽ ആർക്ക് പ്രശ്നം പറ്റും? ആർക്ക് ചേഞ്ച് പറ്റും? എ ബിയിൽ പോയി ഇടിച്ചാൽ തന്നെ ഇങ്ങനെ പോന്നു. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്ത ബിയുടെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്തു, ഇല്ലയോ? അപ്പം ബിക്കാണ് ചേഞ്ച് സംഭവിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സീക്വൽ ടു M2 A2, ഇല്ലയോ? F സീക്വൽ ടു ഇങ്ങനെ എക്സ്പ്രഷൻ ഉണ്ട്, F സീക്വൽ ടു MA, ഇല്ലയോ? ഒരു ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി U ആയിരുന്നു. ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എങ്ങോട്ട് ചേഞ്ച് ചെയ്തു? വിയിലേക്ക് ചേഞ്ച് ചെയ്തു ഡ്യൂറിങ് എ സ്മാൾ ഇൻ്റർവൽ ഓഫ് ടൈം dt. നമുക്ക് എ ഇങ്ങനെ എഴുതാം. എ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഇല്ലയോ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടി. dt ആണെങ്കിൽ ടി ആണെങ്കിൽ ടി. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ വരും? M ഇൻറ്റു എക്ക് പകരം V മൈനസ് U ബൈ ടി എന്നെഴുതിക്കൂടെ? എന്നെഴുതാം. അപ്പോൾ എ ബിയെ പോയി ഇടിച്ചപ്പോൾ, അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ ഒരാൾ നിൽക്കുക, നിങ്ങൾ പുറയുന്ന അവൻ്റെ തള്ളു കൊടുത്ത് അവനെന്ത് ചെയ്യും? തെറിച്ചങ്ങ് പോകും. അപ്പോൾ അവനല്ലേ ആക്സിലറേഷൻ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പം ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? സീക്വൽ ടു M2 ഇൻറ്റു A2. A2 എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം, ഇല്ലയോ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ പാർട്ടിക്കിൾ ബിയുടെ ഫൈനൽ വെലോസിറ്റി എത്ര? V2. ഇനീഷ്യൽ വെലോസിറ്റി എത്ര? U2. ഇടിച്ചതിന് ശേഷം V2. അപ്പം V2 മൈനസ് ഇടിക്കുന്നതിന് മുമ്പേ U2. ഇത് നടക്കുന്നത് വളരെ സ്മാൾ ഇൻ്റർവൽ ഓഫ് ടൈം ടിയിലാണ്. അപ്പം ഡിവൈഡ് ബൈ ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, എഴുതി മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് തിരിച്ചെഴുതാം. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ബി ഓൺ എ. ആ ഫോഴ്സിനെ ഞാൻ എന്ത് കൊടുത്തു? F2 എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലടെ, നിങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഒരാൾ, നിങ്ങൾ എ ആണ്, ബി എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങളെ വന്നൊരു തള്ളുകളി, നിങ്ങൾ തെറിച്ചങ്ങ് പോവും. ആരാ? എ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? തെറിച്ചു പോവും. അപ്പോൾ ഈ ഫോഴ്സ് എനിക്ക് എങ്ങനെ എഴുതാം? എ ഇല്ലയോ? എയുടെ മാസ് ഇൻറ്റു എയുടെ ആക്സിലറേഷൻ സീക്വൽ ടു M1 ഇൻറ്റു എക്കില്ലയോ? എയുടെ ഫൈനൽ വെലോസിറ്റി എത്ര? V1. ഇനിഷ്യൽ വെലോസിറ്റി എത്ര? U1. അപ്പോൾ എങ്ങനെ എഴുതാം? V1 മൈനസ് U1. തള്ളിയത് വളരെ സ്മാൾ ഇൻ്റർവൽ ഓഫ് ടൈം ടി. കിട്ടുന്നുണ്ടോ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എഴുതാം. നമ്മൾ തേർഡ് ലോ വെച്ചല്ലോ എഴുതേണ്ടത്. തേർഡ് ലോ വെച്ച് എഴുതണമെങ്കിൽ വാട്ട് ഇസ് ന്യൂട്ടൺസ് തേർഡ് ലോ? ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത് എ ബിയിൽ കൊടുക്കുന്ന ഫോഴ്സും ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വലാണ് ബട്ട് ഓപ്പോസിറ്റാണ്. കേട്ടോ, F1 സീക്വൽ ടു F2 ഈക്വലാണ് ബട്ട് ഓപ്പോസിറ്റാണ്. ആ ഓപ്പോസിറ്റ് കാണിക്കാൻ എന്തെടുത്തത്? നെഗറ്റീവ് കൊടുത്തത്. അപ്പം F1 വരെ എനിക്ക് എന്തെഴുതാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് M2 ഇൻറ്റു V2 മൈനസ് U2 ഡിവൈഡ് ബൈ ടി സീക്വൽ ടു മൈനസ് ബ്രാക്കറ്റ് ഇടണം F2 എന്ന് പറയുമ്പോൾ M1 ഇൻറ്റു V1 മൈനസ് U1 ഡിവൈഡ് ബൈ ടി. അല്ലേ? അതെ. രണ്ട് സൈഡിൽ എന്തുണ്ട്? ടി ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, റിമൈനിങ് ടൈം എന്തുണ്ട്? M2 ഇൻറ്റു V2 മൈനസ് U2 സീക്വൽ ടു മൈനസ് M1 ഇൻറ്റു V1 മൈനസ് U1 സീക്വൽ ടു മൈനസ് M1 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലോ. ഇതിനെ ഓരോന്നിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M2 V2 മൈനസ് M2 U2. ഇവിടെ മൈനസ് M1 V1 മൈനസ് M1 V1 മൈനസ്
പ്ലസ് m1 u1. കിട്ടുന്നുണ്ടോ? ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വി ടേമുകളെല്ലാം ഒരു സൈഡിലാക്കണം. ഇവിടെ m2 v2 ഉണ്ട് ഇല്ലയോ, m2 v2. ഇവിടെ v1 ടേം ഉണ്ട്. ഈ v1നെ സമത്തിന് ഇപ്പുറമാക്കണം. ഇത് മൈനസ് m1 v1 ആണ്. സമത്തിന് ഇപ്പുറമാകുമ്പോൾ പ്ലസ് m1 v1 സീക്വൽ ടു, പിന്നെ ഇവിടെ ആരും ഇപ്പോൾ ഉണ്ട്, m1 u1. m1 u1 യു ടേമിനെല്ലാം ഒരു സൈഡിലാക്കണം. കാരണം ഇവിടെ ഒരു മൈനസ് m2 u2 ഉണ്ട്. ഇത് സമത്തിനപ്പുറം പോകണം. സമത്തിനപ്പുറം പോകുമ്പോൾ പ്ലസ് m2 u2. ഇതെന്താ m2 v2 എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്ടേ ഇതിൻ്റെ മൊമെൻറ്റുവാ, ബിയുടെ മൊമെൻറ്റുവാ ഇല്ലയോ, m2 v2. ഇത് ബിയുടെ മൊമെൻറ്റോ. വാട്ട് ഇസ് m1 v1? എന്താണ്ടേ ഇതിൻ്റെ മൊമെൻറ്റോ, മാസ് ഇൻറ്റു v1. ഇതിൻ്റെ മൊമെൻറ്റോ. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റോടെ കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെൻറ്റം കിട്ടും. ടോട്ടൽ മൊമെൻറ്റം എപ്പോഴാണ്? ഇടിക്ക് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം ഇല്ലയോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മൊമെൻറ്റം എപ്പോൾ ഉള്ളത്? ആഫ്റ്റർ കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് ഈക്വലാണ് ആരോടെ? വാട്ട് ഇസ് m1 u1? ഇതിൻ്റെ മൊമെൻറ്റം m2 u2 ഇതിൻ്റെ മൊമെൻറ്റം. അപ്പോൾ ഇതിൻ്റെ മൊമെൻറ്റോട് എന്ത് ചെയ്തേക്കോ, ആഡ് ചെയ്തേക്കോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ടോട്ടൽ മൊമെൻറ്റം. എപ്പോൾ ഉള്ളത്? ഇടിക്ക് മുമ്പുള്ളത് ഇല്ലയോ, ബിഫോർ കൊളീഷൻ. This is law of conservation of momentum based on Newton's third law. Total momentum before collision is equal to total momentum after collision. കേട്ടോ അതെ, ഞാൻ ആദ്യം പറഞ്ഞെന്തുവാ, 100 രൂപ കൊണ്ട് കാർഡ് കളിക്കാൻ പോയി. അപ്പോൾ ഇവിടുത്തെ പ്രോസസ് ഏതാ? കാർഡ് കളി. മൊമെൻറ്റത്തിൻ്റെ പ്രോസസ് ഏതാ? കൊളീഷന് മുമ്പേ 100 രൂപ. അപ്പോൾ ഇത് കൊളീഷന് മുമ്പേ മൊമെൻറ്റം. കാർഡ് കളിക്കാൻ പോകുന്നതിന് മുമ്പേ 100 രൂപ, കാർഡ് കളിച്ചതിന് ശേഷം 100 രൂപ, കൊളീഷന് ശേഷം മൊമെൻറ്റം സെയിം ഇല്ലയോ. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. കൊളീഷൻ കൂടിയോ അല്ല, മൊമെൻറ്റം കൂടിയോ ഇല്ല, മൊമെൻറ്റം കുറഞ്ഞോ ഇല്ല. അപ്പോൾ എന്താ മൊമെൻറ്റം? എന്താ? റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ എന്നെഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് കൺസർവ്ഡ്. ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ തൊട്ടുമ്പോൾ പറഞ്ഞ ഡെറിവേഷൻസ് എഴുതുക. ഇതാണ് തേർഡ് ലോ വെച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഇതെഴുതുക. രണ്ടും കൃത്യമായി പഠിച്ചോണം. സെക്കൻഡ് ലോ വെച്ച് എഴുതുന്ന ഡെറിവേഷൻ ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോണം. ഓക്കെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിന് ഒറ്റ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് അങ്ങ് പറയാം. റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ ഓഫ് ഗൺ. കേട്ടോ. അപ്പോൾ ഒരു ഗൺ ബിഫോർ ഫയറിങ്, ഇതിനകത്ത് ബുള്ളറ്റ് ഇരിക്കുന്നു. ബിഫോർ ഫയറിങ്, ഇത് ബിഫോർ ഫയറിങ്ങിന് മുമ്പേ ബുള്ളറ്റും റെസ്റ്റിലാണ്, ഗണ്ണും റെസ്റ്റിലാണ്. ഗണ്ണിൻ്റെ മാസ് m, ബുള്ളറ്റിൻ്റെ മാസ് m. ഓക്കെ, രണ്ടും റെസ്റ്റിലാണ്. ആഫ്റ്റർ ഫയറിങ്ങിൽ എന്ത് ചെയ്യും? ബുള്ളറ്റ് വെരി ഹൈ വെലോസിറ്റിയിൽ മുമ്പോട്ട് പോകും ഇല്ലയോ. ബുള്ളറ്റ് വെരി ഹൈ വെലോസിറ്റിയിൽ മുമ്പോട്ട് പോകും. ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് മസിൽ വെലോസിറ്റി. കേട്ടോ, വെലോസിറ്റി. ആഫ്റ്റർ ഫയറിങ് ബുള്ളറ്റ് മൂവ്സ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ വിത്ത് എ വെരി ഹൈ സ്പീഡ്. ദാറ്റ് വെലോസിറ്റി ഇസ് നോൺ ആസ് മസിൽ വെലോസിറ്റി. അപ്പോൾ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു ഫോഴ്സ് എന്ത് ചെയ്യും? തിരിച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് തിരിച്ചും കിട്ടും. അപ്പം ഗണ്ണ് ബുള്ളറ്റിനെ അങ്ങോട്ട് തള്ളുമ്പോൾ ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിനെ ഒരു തട്ട്. അതിൻ്റെ ഫലമായിട്ട് ഗൺ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ പുറമോട്ട് മൂവ് ചെയ്യും. ഈ വെലോസിറ്റി, ഈ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. കേട്ടോ, റീകോയിൽ വെലോസിറ്റി. അപ്പം ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് ബുള്ളറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ബുള്ളറ്റ് തിരിച്ചൊരു ചെറിയൊരു ഫോഴ്സ് ഇത് കൊടുത്തിട്ടായിരിക്കും പോകുന്നത് ഇല്ലയോ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.
ബുള്ളറ്റ് മുമ്പോട്ട് പോകുമ്പോൾ ചെറിയൊരു തട്ടി ഇങ്ങോട്ട് കിട്ടും. അപ്പം ഗണ്ണ് പുറമോട്ട് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന വെലോസിറ്റി റീകോയിൽ വെലോസിറ്റി, ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് റീകോയിൽ ഓഫ് ഗൺ. ഓക്കെ, അപ്പം മസിൽ വെലോസിറ്റി ഞാൻ സ്മാൾ ലെറ്റർ വി എന്ന് സൂചിപ്പിക്കുന്നു, റീകോയിൽ വെലോസിറ്റി ക്യാപിറ്റൽ വി എന്ന് സൂചിപ്പിക്കുന്നു. വാട്ട് ഇസ് ദ മൊമെൻ്റ് ഹിയർ? ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ റെസ്റ്റിലല്ലേ. അപ്പം ഗണ്ണിൻ്റെ മൊമെൻ്റ് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. വെലോസിറ്റി 0 ആയ അപ്പം ഗണ്ണിന് മൊമെൻ്റ് ഇല്ല. ബുള്ളറ്റിൻ്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിൻ്റെ വെലോസിറ്റി, ബുള്ളറ്റിനും വെലോസിറ്റി ഇല്ല, റെസ്റ്റില്ല. അപ്പോൾ ടോട്ടൽ മൊമെൻ്റ് എന്താ? 0 ആയ. സീക്വൽ ടു ആഫ്റ്റർ വെലോസിറ്റിയോ? ആഫ്റ്റർ വെലോസിറ്റി ഇതിൻ്റെ മാസ് എം അല്ലേ. വാട്ട് ഇസ് ദ വെലോസിറ്റി? എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. ബുള്ളറ്റിൻ്റെയോ? എം ഇൻറ്റു സ്മാൾ ലെറ്റർ വി, എം ഇൻറ്റു സ്മാൾ ലെറ്റർ വി ഇല്ലേ. വാട്ട് ഇസ് ദ ടോട്ടൽ മൊമെൻറ്റം? ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിംഗ്. ദെർഫോർ എം വി ഈസ് ഈക്വൽ ടു ഇതങ്ങ് ഇപ്പുറത്ത് വരുവാണെങ്കിൽ മൈനസ് എം വി. നമുക്ക് റീകോയിൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ എം. ജസ്റ്റ് എക്സ്പ്രഷൻ ഓർത്തിരുന്നണം. ഈ നെഗറ്റീവ് സൈൻ സൂചിപ്പിച്ചേക്കുന്നത് മസിൽ വെലോസിറ്റി അങ്ങോട്ടും റീകോയിൽ വെലോസിറ്റി ഇങ്ങോട്ടും, രണ്ട് ഏത് ഡയറക്ഷനിലാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കേട്ടോ. ഇന്ന് ഓർത്തിരുന്നോണം. ദിസ് ഈസ് റീകോയിൽ ഓഫ് ഗൺ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിലുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക. സെക്കൻഡ് ഫ്രിക്ഷൻ എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.